Dear friends, you are welcome to Historia. ഹിസ്റ്റോറിയ പുതിയൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ തുടർച്ചയാണ്. കഴിഞ്ഞ ക്ലാസ് നമ്മൾ +2 സിലബസിൻ്റെ മോഡേൺ ഇന്ത്യ സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ നമ്മൾ പോർച്ചുഗീസ് അഡ്വെൻറ്റ് ഓഫ് യൂറോപ്യൻസ് എന്നൊരു ടോപ്പിക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി എത്തിയ യൂറോപ്യന്മാരെന്ന് നമ്മൾ പറഞ്ഞു കടൽ മാർഗ്ഗം ഇന്ത്യയിൽ ആദ്യമായി എത്തിയ യൂറോപ്യന്മാർ പോർച്ചുഗീസുകാരാണ്. പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ വന്നതും അവരുടെ അധിനിവേശവും അവരുടെ സാമ്രാജ്യത്വ രീതികളും അതിനെക്കുറിച്ചെല്ലാം നമ്മൾ വളരെ വിശദമായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യയിലെത്തിയ രണ്ടാമത്തെ യൂറോപ്യന്മാരായ ഡച്ചുകാരെക്കുറിച്ചാണ്. ഇന്ത്യയിലെത്തിയ രണ്ടാമത്തെ യൂറോപ്യന്മാരും ഇന്ത്യയിൽ നിന്ന് ആദ്യമായി പുറത്താക്കപ്പെട്ട അല്ലെങ്കിൽ ഇന്ത്യയിൽ ആദ്യമായി പുറത്തുപോയ യൂറോപ്യന്മാരുമായ ഡച്ചുകാരെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഓർക്കുക, ഇന്ത്യയിലെത്തിയ രണ്ടാമത്തെ വിദേശ ശക്തിയാണ് അല്ലെങ്കിൽ ഇന്ത്യയിലെത്തിയ രണ്ടാമത്തെ യൂറോപ്യൻ അധിനിവേശ ശക്തിയാണ്. അതേസമയം ഇന്ത്യയിൽ നിന്ന് ആദ്യം പുറത്തു പോകേണ്ടി വന്ന വിദേശ ശക്തി കൂടിയാണത് ഈ പറഞ്ഞ ഡച്ചുകാർ അല്ലെങ്കിൽ നെതർലാൻഡ് എന്ന് പറയാം, അല്ലെങ്കിൽ ഹോളണ്ട് എന്ന് പറയാം. കേരള ചരിത്രത്തിൽ ലന്തക്കാർ എന്നറിയപ്പെട്ടതും ഡച്ചുകാരാണ്. മറക്കരുത്, നെതർലാൻഡ്, ഹോളണ്ട് അല്ലെങ്കിൽ ഡച്ച്. നെതർലാൻഡ്, ഹോളണ്ട് അല്ലെങ്കിൽ ഡച്ച്. അതല്ലെങ്കിൽ കേരള ചരിത്രത്തിൽ ലന്തക്കാർ എന്നറിയപ്പെട്ടിരുന്നവരും ആരാണ്? ഈ ഡച്ചുകാരാണ്. 1595 ഇന്ത്യയിൽ ഡച്ചുകാർ വരുന്നത്. 1595 ഇന്ത്യയിൽ ഡച്ചുകാർ ആദ്യമായിട്ട് വരുന്നത്. പക്ഷേ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപം കൊള്ളുന്നത് 1602. അത് മറക്കരുത്. 1602 ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപം കൊള്ളുന്നത്. ഇതിൽ കച്ചവടത്തിനായി ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപം കൊള്ളുന്നത് 1602. പക്ഷേ ഡച്ചുകാർ അതിന് മുന്നേ തന്നെ 1595 മുതൽ തന്നെ ഡച്ചുകാർ ഇന്ത്യയിലുണ്ടായിരുന്നു. 1595 അവർ ആദ്യമായിട്ട് ഇന്ത്യയിൽ വന്നത്. പക്ഷേ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപം കൊണ്ടത് 1602 ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപം കൊള്ളുന്നത്. ഡച്ചുകാർ ഇന്ത്യയിൽ വരുന്നു. ഇന്ത്യയിൽ സ്വാഭാവികമായും ഇന്ത്യയിൽ ഡച്ചുകാർ വന്നു കഴിഞ്ഞാൽ അവർക്ക് പ്രധാനമായിട്ടുള്ള എതിരാളികൾ എന്ന് പറയുന്നത് പോർച്ചുഗീസുകാരാണ്. കാരണം ഇന്ന് ഇന്ത്യയിൽ കച്ചവടമായി ബന്ധപ്പെട്ട് ആദ്യമായി അധിനിവേശം സ്ഥാപിക്കുന്ന ഒരു സാമ്രാജ്യത്വ ശക്തി എന്നത് പോർച്ചുഗീസുകാരാണ്. സാമുദ്രികമായും കൊച്ചി രാജാവുമായി കച്ചവടം നടത്തുകയും ഇവിടുന്ന് ലാഭം ഉണ്ടാക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഡച്ചുകാർ ഇന്ത്യയിലെത്തിയപ്പോൾ അവർക്ക് ആദ്യത്തെ വെല്ലുവിളി എന്ന് പറയുന്നത് മറ്റൊരു വിദേശ ശക്തിയായ പോർച്ചുഗീസുകാരായിരുന്നു. ഡച്ചുകാർ ഇന്ത്യയിൽ വരുന്നു. ഇന്ത്യയിൽ ആദ്യത്തെ ഫാക്ടറി അവർ സ്ഥാപിച്ചത് മസൂലി പട്ടണത്താണ്. 1605 മസൂലി പട്ടണത്താണ് അവർ ഇന്ത്യയിൽ ആദ്യത്തെ ഫാക്ടറി സ്ഥാപിക്കുന്നത്. ഓർത്തിക്കുക, മസൂലി പട്ടണം. ഡച്ചുകാരുടെ ഇന്ത്യയിൽ ആദ്യത്തെ ഫാക്ടറി എന്ന് പറയുന്നത് മസൂലി പട്ടണമാണ്. മസൂലി പട്ടണം എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശിലാണ്. അപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ഇങ്ങനെ പറയാറുണ്ട്, ബ്രിട്ടീഷുകാരുടെ ഇന്ത്യയിൽ ആദ്യത്തെ ഫാക്ടറി നമ്മൾ സൂററ്റ് എന്ന് പറയാറുണ്ട്. ബ്രിട്ടീഷുകാരുടെ ഇന്ത്യയിൽ ആദ്യത്തെ ഫാക്ടറി സൂററ്റ് എന്ന് പറയാറുണ്ട്. ഇതേപോലെ തന്നെ ഡച്ചുകാരുടെ ഇന്ത്യയിൽ ആദ്യത്തെ ഫാക്ടറി അവർ സ്ഥാപിക്കുന്നത് മസൂലി പട്ടണമാണ്. ആന്ധ്രാപ്രദേശിലുള്ള മസൂലി പട്ടണത്താണ് അവർ ഇന്ത്യയിൽ ആദ്യത്തെ ഫാക്ടറി സ്ഥാപിക്കുന്നത്. ഫാക്ടറി സ്ഥാപിക്കുകയും വീണ്ടും പോർച്ചുഗീസുകാരുമായിട്ടുള്ള തർക്കങ്ങളും ചെറിയ ചെറിയ യുദ്ധങ്ങളിലേക്കുള്ള വഴി തെളിക്കാൻ തുടങ്ങി. അതിൻ്റെ ഫലമായി തന്നെ 1602 സ്ഥാപിച്ചു. 1605 മസൂലി പട്ടണം സ്ഥാപിച്ചു. അതിനുശേഷം അവർ നമ്മുടെ കൊച്ചി എന്ന പ്രദേശം 1663 പോർച്ചുഗീസുകാരിൽ നിന്നും പിടിച്ചെടുക്കുന്നു. 1663 കൊച്ചി പോർച്ചുഗീസുകാരിൽ നിന്ന് പിടിച്ചെടുക്കുന്നു. അതോടുകൂടി തന്നെ പോർച്ചുഗീസുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രദേശമായ കൊച്ചി ആരുടെ കയ്യിൽ വന്നു? ഡച്ചുകാരുടെ കയ്യിൽ വന്നു. അതോടൊപ്പം തന്നെ കൊല്ലവും പിടിച്ചെടുക്കുന്നു. കൊല്ലവും പോർച്ചുഗീസുകാരുമായുള്ള തർക്കത്തിൽ പോർച്ചുഗീസുകാരുടെ യുദ്ധത്തിൽ പോർച്ചുഗീസുകാരിൽ നിന്ന് കൊല്ലവും പിടിച്ചെടുക്കുന്നു. അപ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട സ്ഥലമായ കൊല്ലവും കൊച്ചിയും പോർച്ചുഗീസുകാരിൽ നിന്ന് ആര് പിടിച്ചെടുത്തു? ഡച്ചുകാർ പിടിച്ചെടുത്തു. ഇതോടുകൂടി പോർച്ചുഗീസുകാർ അവിടെ മാത്രമായി ഒതുങ്ങി. അവർ ഗോവയിൽ മാത്രമായി. കേരളത്തിലെ പ്രധാനപ്പെട്ട ഏരിയാസ് എല്ലാം പോർച്ചുഗീസുകാരിൽ നിന്ന് ആര് പിടിച്ചെടുക്കുന്നു? ഡച്ചുകാർ പിടിച്ചെടുക്കുന്നു. ഇതോടുകൂടിയാണ് പോർച്ചുഗീസുകാർ പ്രധാനമായിട്ട് അവിടെ മാത്രമായി ഒതുങ്ങിയത്, ഗോവയിൽ മാത്രമായി ഒതുങ്ങുന്ന കാരണം. സോ അടുത്ത നമുക്കിനി ഈ പോർച്ചുഗീസുകാരുമായുള്ള ഈ യുദ്ധത്തിൽ ഈ പറഞ്ഞ പോലെ കൊച്ചിയും കൊല്ലവും, പ്രധാനപ്പെട്ട സ്ഥലം കൊച്ചിയാണ്. ആ കൊച്ചിയും പിടിച്ചെടുത്തു, കൊല്ലം പിടിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർ ഗോവയിൽ ഒതുങ്ങണം. പിന്നെ ഈ ഡച്ചുകാർക്ക് സ്വാഭാവികമായും നമ്മുടെ നാട്ടുരാജാക്കന്മാരിൽ നിന്നാണ് പ്രധാനപ്പെട്ട ശത്രുത. നാട്ടുരാജാക്കന്മാരിൽ നിന്നാണ് പ്രധാനപ്പെട്ട ശത്രുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമുക്കറിയാം, ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു അതൊന്നും ആരായിരുന്നു? തിരുവിതാംകൂർ രാജാവ്. നമുക്കറിയാം, മാർത്താണ്ഡവർമ്മയുമായ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു ഉണ്ടായിരുന്നു. അങ്ങനെ 1741 ഓഗസ്റ്റ് 10 1741 ഓഗസ്റ്റ് 10 പ്രശസ്തമായ കുളച്ചൽ യുദ്ധം നടക്കും. ആ യുദ്ധത്തിൽ ഡച്ചുകാരെ ആര് പരാജയപ്പെടുത്തും? ഡച്ചുകാരെ മാർത്താണ്ഡവർമ്മ അല്ലെങ്കിൽ തിരുവിതാംകൂർ രാജാവ് മാർത്താണ്ഡവർമ്മ പരാജയപ്പെടുത്തുകയും അതോടുകൂടി ഡച്ചുകാരുടെ ആധിപത്യം ഇന്ത്യയിൽ വളരെ ഭംഗിയായി തന്നെ അവശേഷിക്കുകയാണ് ചെയ്യുന്നത്. ഡച്ചുകാരുടെ ആധിപത്യം ഇന്ത്യയിൽ വളരെ ഭംഗിയായി തന്നെ നിശേഷമായി തന്നെ അത് അവസാനിക്കുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആയില്ലേ?
അപ്പോൾ കുളച്ചൽ യുദ്ധം 1741 ഓഗസ്റ്റ് 10-നാണ്. ഇതിൽ കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരിപൂർണമായി ആര് പരാജയപ്പെടുന്നു? മാർത്താണ്ഡവർമ്മ പരാജയപ്പെടുന്നു. അന്നത്തെ ഡച്ചുകാരുടെ വളരെ പ്രശസ്തനായിട്ടുള്ള ലെഫ്റ്റനന്റ് അല്ലെങ്കിൽ കമാൻഡർ ആയിരുന്നു, പട്ടാള തലവൻ ആര്? ക്യാപ്റ്റൻ ഡിലനോയ് എന്ന് പറയുന്നത്. ഇത്രയും വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ക്യാപ്റ്റനും ഒരു തലവനൊക്കെ ഉണ്ടായിട്ട് പോലും ക്യാപ്റ്റൻ ഡിലനോയ് ഉണ്ടായിരുന്നിട്ട് പോലും ഡച്ചുകാരെ പരാജയപ്പെടുത്താൻ ആർക്ക് കഴിഞ്ഞു? മാർത്താണ്ഡവർമ്മയ്ക്ക് കഴിഞ്ഞു എന്നാണ്. ഇതാണ് ഇന്ത്യയിൽ തന്നെ ആദ്യമായി ഒരു വിദേശ ശക്തിയെ പരാജയപ്പെടുന്ന ഒരു യുദ്ധമായിട്ട് നമുക്ക് കണക്കാക്കാം. ഇന്ത്യയിൽ തന്നെ ഒരു വിദേശ ശക്തി ആദ്യമായി പരാജയപ്പെടുത്തിയ നാട്ടുരാജ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മാർത്താണ്ഡവർമ്മയ്ക്ക് ഒരു അഭികാമ്യമാണ്. ഓർത്തില്ല, മാർത്താണ്ഡവർമ്മയാണ് എന്ന കാര്യം കൂടി ഓർത്ത് വയ്ക്കാം. അങ്ങനെ കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയം ക്യാപ്റ്റൻ ഡിലനോയ് നമ്മൾ തടവുകാരനാക്കൽ ചെയ്യുന്നു. അദ്ദേഹത്തെ പിടിച്ചെടുത്ത് മാർത്താണ്ഡവർമ്മ എന്ത് ചെയ്യുന്നു? തിരുവിതാംകൂർ സൈന്യത്തിൻ്റെ വലിയ കപ്പിത്താൻ പദവി നൽകുന്നു. തിരുവിതാംകൂർ സൈന്യത്തിൻ്റെ വലിയ കപ്പിത്താൻ പദവി ആർക്ക് കൊടുക്കുന്നു? ക്യാപ്റ്റൻ ഡിലനോയ്ക്ക് കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു വലിയ കപ്പിത്താൻ പദവി കൊടുക്കുന്നത്? ഈ തിരുവിതാംകൂർ സൈന്യത്തിന് ആധുനികവൽക്കരിക്കുക, യൂറോപ്യൻ രീതിയിൽ സൈനികവൽക്കരിക്കാനും യൂറോപ്യൻ രീതിയിലുള്ള പരിശീലനം നൽകാനും വേണ്ടി ഈ ഡച്ച് സൈന്യത്തിൻ്റെ തലവനായിരുന്ന ക്യാപ്റ്റൻ ഡിലനോയെ പിടിച്ച് എന്ത് ചെയ്യുന്നു? തിരുവിതാംകൂർ സൈന്യത്തിൻ്റെ വലിയ കപ്പിത്താനായി മാറ്റുകയും ചെയ്യുന്നു. ക്ലിയർ ആയി? അങ്ങനെയാണ് നമ്മൾ ഈ പറയുന്ന തിരുവിതാംകൂർ സൈന്യം ഇന്നത്തെ രീതിയിൽ ആധുനിക രീതിയിലുള്ള ഒരു പരിശീലനം ലഭിക്കുകയും ആധുനിക രീതിയിലുള്ള ഒരു പട്ടാളമായി മാറുകയും സൈന്യമായി മാറുകയും ചെയ്തു എന്ന് പറയും. സോ 1741 ഓഗസ്റ്റ് 10 മറക്കണ്ട കുളച്ചൽ യുദ്ധം. ഇതിലോടുകൂടി ഡച്ചുകളുടെ ആധിപത്യം ഇന്ത്യയിൽ കഴിയുന്നു. ക്ലിയറായി? കുളച്ചൽ സ്ഥലം ഇപ്പോൾ നടക്കുന്നത് കന്യാകുമാരിയിലാണ്. കന്യാകുമാരിയിൽ ഉദയഗിരി കോട്ട, അവിടെയാണ് ക്യാപ്റ്റൻ ഡിലനോയുടെ സ്മാരകം നിലനിൽക്കുന്നത്. കന്യാകുമാരിയിലെ ഉദയഗിരി കോട്ടയിലാണ് ഈ ക്യാപ്റ്റൻ ഡിലനോയ് സ്മാരകം നിലനിൽക്കുന്നതും അവിടെയാണ്. ഇനി അതിന് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് 1753 ഓഗസ്റ്റ് 15, മറക്കരുത്, 1753 1753 ഓഗസ്റ്റ് 15-നാണ് മാവേലിക്കര ഉടമ്പടിയുണ്ട്. ഈ ഉടമ്പടിയോടുകൂടി ഡച്ച് ആധിപത്യം ഇന്ത്യയിൽ പരിപൂർണമായും അവസാനിച്ചു. 1741 ഓഗസ്റ്റ് 10-ന് കുളച്ചൽ യുദ്ധം കഴിഞ്ഞു. യുദ്ധത്തോടു കൂടി തന്നെ ഡച്ചുകാരുടെ ആധിപത്യം കഴിഞ്ഞു. പക്ഷേ അതൊരു ഉടമ്പടി പ്രകാരം അവസാനിക്കുന്നത് 1753 ഓഗസ്റ്റ് 15-ന് മാവേലിക്കര ഉടമ്പടി. ഈ മാവേലിക്കര ഉടമ്പടിയോട് കൂടി ഡച്ചുകാരുടെ ആധിപത്യം പരിപൂർണമായും ഇന്ത്യയിൽ അവസാനിക്കുകയും ചെയ്യുന്നു. സോ പോർച്ചുഗീസുകാർ അവിടെ ഗോവയിൽ ഒതുങ്ങി, ഡച്ചുകാരുടെ ആധിപത്യം പരിപൂർണമായും അവസാനിക്കുകയും ചെയ്യുന്നു. പിന്നെ 1744 ഡച്ചുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂഷൻ ബോൾഗാട്ടി പാലസ് 1744 ബോൾഗാട്ടി പാലസ് അവർ സ്ഥാപിക്കുന്നത്. അതിലൂടെ വളരെ പ്രശ്നം നമ്മൾ ലന്തക്കൊട്ടാരം എന്നറിയപ്പെടുന്ന ബോൾഗാട്ടി പാലസ് 1744 സ്ഥാപിക്കുന്നത്. അത് അവരുടെ വളരെ പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂഷനാണ്. പിന്നീട് നമുക്ക് പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂഷൻ, ഡച്ചുകളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂഷൻ ആയിട്ട് നമ്മൾ കണക്കാക്കുന്നതിൽ നമുക്ക് കിട്ടുന്നത് ഹോർത്തസ് മലബാറിക്കസ് ആണ്. ഹോർത്തസ് മലബാറിക്കസ് നമുക്കറിയാം 1678 മുതൽ 1703 നെതർലാൻഡിലെ ആംസ്റ്റർഡാമിൽ നിന്ന് പ്രസിദ്ധീകരിക്കപ്പെട്ട ഒരു കൃതിയാണ് അത് ഹോർത്തസ് മലബാറിക്കസ്. നമ്മുടെ മലബാറിലെ 742 സസ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന 12 വോളിയങ്ങളായി പ്രസിദ്ധീകരിക്കപ്പെട്ട ഒരു കൃതിയാണ് ഇത് ഹോർത്തസ് മലബാറിക്കസ്. വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു കൃതിയാണ് ഹോർത്തസ് മലബാറിക്കസ്. ഇറ്റ് ഈസ് എ മോസ്റ്റ് കോൺട്രിബ്യൂഷൻ ഓഫ് ഡച്ച് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഡച്ചുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷനാണ് ഈ ഹോർത്തസ് മലബാറിക്കസ് എന്ന് ഓർത്ത് വയ്ക്കുക. 1678 മുതൽ 1703 1703 ഇടയിലാണ് ആംസ്റ്റർഡാമിൽ നിന്ന് ഈ പുസ്തകം 12 വോളിയങ്ങളായിട്ട് പ്രസിദ്ധീകരിക്കപ്പെട്ടത്. ഓർത്ത് വയ്ക്കുക. മലയാള ലിപി ആദ്യമായി കാണപ്പെട്ട ഒരു പുസ്തകം കൂടിയാണ് ഏത് നമ്മൾ ഈ പറഞ്ഞ ഹോർത്തസ് മലബാറിക്കസ്. ഇത് രചിക്കാൻ വേണ്ടി ഇന്ത്യയിൽ മുൻകൈ എടുത്തത് അന്നത്തെ ഇന്ത്യയിലെ ഡച്ച് ഗവർണറായ അഡ്മിറൽ വാൻ റീഡ് ആണ്. ഇത് രചിക്കാൻ വേണ്ടി മുൻകൈ എടുത്ത അന്നത്തെ ഇന്ത്യയുടെ ഡച്ച് ഗവർണറായ അഡ്മിറൽ വാൻ റീഡ് ആണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇതിന് സഹായിക്കാൻ വേണ്ടി ഒരുപാട് ആളുകളുണ്ടായിരുന്നു. ഒരു കാർമറ്റ് സന്യാസിയായ മാത്യൂസ് ഉണ്ടായിരുന്നു, ഇമ്മാനുവൽ ഉണ്ടായിരുന്നു. മാത്യൂസാണ് ഈ ഹോർത്തസ് മലബാറിക്കസിലെ ചിത്രങ്ങളെല്ലാം വരയ്ക്കുന്നതിന് വേണ്ടി സഹായിച്ചത് കാർമറ്റ് സന്യാസിയായ മാത്യൂസ് ആയിരുന്നു. ഇമ്മാനുവൽ റോയ് എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹം മലയാള ലിപികൾക്ക് വേണ്ടി സഹായിച്ച ആളുകളുണ്ടായിരുന്നു. ഇതോടൊപ്പം ഈ സസ്യലതാദികളെക്കുറിച്ചും വൃക്ഷങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ സസ്യങ്ങളെക്കുറിച്ചും ഔഷധ സസ്യങ്ങളെക്കുറിച്ചൊക്കെ സഹായിക്കാൻ വേണ്ടി അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് ഒരു ഈഴവ വൈദ്യനായ ഇട്ടി അച്യുതനായിരുന്നു. ആരാണ്? ഈഴവ വൈദ്യനായ ഇട്ടി അച്യുതനാണ്. ഈ ഇട്ടി അച്യുതൻ എന്ന വൈദ്യൻ്റെ സ്മാരകം ചേർത്തലയിൽ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് എന്ന കാര്യം കൂടി ചേർത്തലയിലാണ് അദ്ദേഹത്തിൻ്റെ ഈ സ്മാരകം എന്ന് ഓർത്തിക്കാം. അപ്പോൾ ഹോർത്തസ് മലബാറിക്കസ് രചിക്കാൻ വേണ്ടി അദ്ദേഹത്തെ സഹായിച്ച ഈഴവ വൈദ്യൻ്റെ പേരാണ് ഇട്ടി അച്യുതൻ. അതോടൊപ്പം തന്നെ ഈ പുസ്തകം രചിക്കാൻ വേണ്ടി അഡ്മിറൽ വാൻ റീഡിനെ സഹായിച്ച 3 സാരസ ബ്രാഹ്മണന്മാരാണ് അപ്പുഭട്ട്, രംഗഭട്ട്, വിനായകഭട്ട്. മറക്കണ്ട, അപ്പുഭട്ട്, രംഗഭട്ട്, വിനായകഭട്ട്. ഈ 3 ബ്രാഹ്മണ സാരസ്വന്മാരും ആരുണ്ടായിരുന്നു? ഈ അഡ്മിറൽ വാൻ റീഡിനെ സഹായിച്ചിരുന്നു എന്ന കാര്യം കൂടി ഓർത്തിക്കുക. ഇനി
42 ഔഷധ സസ്യങ്ങളെക്കുറിച്ച് 742 വൃക്ഷങ്ങളെക്കുറിച്ച് സസ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു കേരള രാമം എന്നറിയപ്പെടുന്ന കൃതിയാണ് ഹോർത്തസ് മലബാറിക്കസ്. കേരള രാമം എന്നറിയപ്പെടുന്ന കൃതിയാണ് ഹോർത്തസ് മലബാറിക്കസ്. അതിനുശേഷം പിന്നീട് കേരള യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ കെ എസ് മണിലാലാണ് പിന്നീട് ഈ ഹോർത്തസ് മലബാറിക്കസ് ഏത് ഭാഷയിലേക്ക്, മലയാള ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തത്. ആരാണ്? ഡോക്ടർ കെ എസ് മണിലാലാണ് അത് മലയാള ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തെന്ന കാര്യം കൂടി ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇത്രയൊക്കെ നമ്മുടെ ഈ പറഞ്ഞ ഹോർത്തസ് മലബാറിക്കസുമായി ബന്ധപ്പെട്ട് ഓർത്ത് വയ്ക്കുക. മറക്കണ്ട 12 വോളിയങ്ങളായിട്ടാണ് 1678 1703 ഇടയിൽ ആംസ്റ്റർഡാമിൽ നിന്നാണ് ഹോർത്തസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ചത്. മലയാള ലിപി ആദ്യമായി കാണപ്പെട്ട ഒരു കൃതി കൂടിയാണെന്ന കാര്യം കൂടി മറക്കാണ്ട് പഠിക്കുക. 12 വോളിയങ്ങളായിട്ടാണ് ഇത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. 12 വോളിയങ്ങളായിട്ടാണ് ഇത് പബ്ലിഷ് ചെയ്യപ്പെട്ടത്. 742 സസ്യങ്ങളെക്കുറിച്ചാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. ആദ്യമായി ഇതിൽ പ്രതിപാദിക്കുന്ന സസ്യം എന്ന് പറയുന്നത് തെങ്ങാണ്, ഒരു സംശയം വേണ്ട. ആദ്യമായിട്ട് അതിൽ പ്രതിപാദിക്കുന്നത് തെങ്ങിനെ കുറിച്ചാണ്. അവസാനമായി പ്രതിപാദിക്കുന്നത് ആൽമരത്തെക്കുറിച്ചാണെന്ന കാര്യം കൂടി ഓർത്തിക്കുക. ഇതിന് മുൻകൈ എടുത്തത് അന്നത്തെ ഡച്ച് ഗവർണറായ അഡ്മിറൽ വാൻ റീഡാണ് ഇതിന് മുൻകൈ എടുത്ത ആൾ. അദ്ദേഹത്തെ സഹായിച്ച ഈഴവ വൈദ്യനാണ് ഇട്ടി അച്യുതൻ. മറ്റു 3 ബ്രാഹ്മണരാണ് രംഗഭട്ട്, വിനായകഭട്ട്, അപ്പുഭട്ട്. അതോടൊപ്പം ഇത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത പ്രൊഫസറാണ് ഡോക്ടർ കെ എസ് മണിലാൽ എന്ന കാര്യം കൂടി ഓർത്തിക്കുക. അപ്പോൾ ഇത്രയും ഈ ഹോർത്തസ് മലബാറിക്കസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ചു. ഇതാണ് ഈ ഡച്ചുകാരുടെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ എന്ന കാര്യം കൂടി ഓർത്ത് വയ്ക്കുക. പിന്നെ ഡച്ചുകാരുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ ഓർത്ത് വയ്ക്കുക, പ്രധാനമായിട്ടും 1602 ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത് ഓർത്ത് വയ്ക്കുക. പിന്നെ അവിടെ പ്രധാനപ്പെട്ട അഡ്മിറൽ വാൻ ഗോയ്സ് ഒക്കെ ഉണ്ട്. വാൻ ഗോയ്സിന് നേതൃത്വത്തിലാണ് കൊച്ചി പിടിച്ചെടുക്കുന്നത്. അതൊന്നും അങ്ങനെ ചോദിച്ചിട്ടില്ല. വാൻ ഗോയ്സ് നേതൃത്വത്തിലാണ് കൊച്ചി പിടിച്ചെടുത്ത് 1663 കൊല്ലം പിടിച്ചെടുക്കുന്നു. അത് ഓർത്ത് വയ്ക്കുക. പിന്നെ 1741 ഓഗസ്റ്റ് 10 മറക്കരുത്, കുളച്ചൽ യുദ്ധം. 1741 ഓഗസ്റ്റ് 10 കുളച്ചൽ യുദ്ധം. അതിൽ മാർത്താണ്ഡവർമ്മ അവരെ പരാജയപ്പെടുത്തുന്നു. ക്യാപ്റ്റൻ ഡിലനോയ്, അവിടെ സൈനികനായിരുന്നു ക്യാപ്റ്റൻ ഡിലനോയ്. അദ്ദേഹത്തെ പിന്നീട് തിരുവിതാംകൂർ സൈന്യത്തിൻ്റെ വലിയ കപ്പിത്താൻ പദവി നൽകി അതിനെ ആദരിക്കുന്നു. അതിനുശേഷം തിരുവിതാംകൂർ സൈന്യത്തെ ആധുനികവൽക്കരിക്കുന്ന കാര്യം ഓർത്തിക്കുക. 1753 ഓഗസ്റ്റ് 15 മാവേലിക്കര ഉടമ്പടി. അതും ഒരു കാരണവശാലും മറക്കരുത്. 1753 ഓഗസ്റ്റ് 15 മാവേലിക്കര ഉടമ്പടി. മാർത്താണ്ഡവർമ്മയും നമ്മളുടെ ഡച്ചുകാരാണ്. ഇതോടുകൂടി ഇന്ത്യയിലെ ഡച്ചുകളുടെ ആധിപത്യം പരിപൂർണമായി അവസാനിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഡച്ചുകാരുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇന്ത്യയിൽ രണ്ടാമതായി വന്ന വിദേശ ശക്തികൾ, ഇന്ത്യയിൽ നിന്ന് ആദ്യമായി പുറത്തു പോകപ്പെട്ട വിദേശ ശക്തികളാണ് ആര്? ഡച്ചുകാരെന്ന് പറയുന്ന സംഭവം. ആദ്യമായി വന്നവർ പോർച്ചുഗീസുകാരാണ്, അവർ ഏറ്റവും അവസാനമാണ് പോകുന്നത്. രണ്ടാമതായി വന്ന വിദേശ ശക്തികൾ ഡച്ചുകാരാണ്, പക്ഷേ അവർ ആദ്യമായി പുറത്തു പോവുകയും ചെയ്യപ്പെട്ടു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ അഡ്വെന്റ് ഓഫ് യൂറോപ്പിലെ രണ്ടാമത്തെ പാർട്ടായ ഈ ഡച്ചുകാരുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് ആ ഡേറ്റുകളും വർഷങ്ങളും ആ പേരുകളൊക്കെ വളരെ ഭംഗിയായിട്ട് പഠിച്ചു വയ്ക്കാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും ഇത് മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാം. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ 9846298093 എന്ന നമ്പറിൽ കമൻറ്റ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങളും ഗൈഡൻസുകളും എല്ലാം നിങ്ങൾക്ക് നൽകാവുന്നതാണ്. അതോടൊപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട പഠിക്കുന്ന അറിവ് നേടണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് നിങ്ങൾ ഷെയർ ചെയ്യുകയും ചെയ്യുക. സോ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ബൈ.